Okay, dear students, we have almost read the story. ഏറെക്കുറെ നമ്മളെല്ലാവരും സ്റ്റോറി വായിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗം കൂടിയുള്ളൂ. ലാസ്റ്റ് ഒരു 1 2 3 പാരഗ്രാഫ്സ് നമുക്ക് വായിക്കാനുള്ളൂ. എനിക്ക് അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് വർക്കുകൾ തന്നിരുന്നു. മിക്കവാറും കുട്ടികളൊക്കെ എഴുതി ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതി അയച്ചു. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ 2 3 ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തന്നിരുന്നു. ഞാനതിൽ ആൻസർ അതിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തതുകൊണ്ടോ എന്തോ അറിയില്ല, ചില ആളുകൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. ആക്ടിവിറ്റി ഫസ്റ്റിൽ നോക്കൂ, വാട്ട് ഈസ് ദ തീം ഓഫ് ദി സ്റ്റോറി? എന്താണ് സ്റ്റോറിയിലെ തീം എന്നാണ് ചോദിക്കുന്നത്. തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ കണ്ടൻറ്റ്, ഇതിന് മെയിനായിട്ട് പറയുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇതിൽ ജോയ് സന്തോഷമാണോ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് അല്ലേ, ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള അതാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടാവും അല്ലേ. ഇതിൽ ഏതാണെന്നുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് എഴുതാണ് വേണ്ടത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതാം. ആറ്റിറ്റ്യൂഡ്, ഗുഡ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ കറേജ്, ഇതൊക്കെ ഏതാണ് ഇതിന് സ്യൂട്ടാകുന്നത് നോക്കിയിട്ട് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദി യങ് ബേർഡ്? നമ്മുടെ യങ് ബേർഡ് നേരിട്ടിട്ടുള്ള മെയിൻ ക്രൈസിസ് എന്ന പ്രതിസന്ധി എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അതിന് പെട്ടെന്ന് പറക്കാൻ സാധിക്കാതിരുന്നത്? അത് എന്ത് കാരണം കൊണ്ടായിരിക്കും? അതാണ് ചോദിച്ചിട്ടുള്ളത്. അത് എന്താണ് കാര്യം എന്ന് എഴുതിയാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദി പാരൻസ് ഇൻ ദ സ്റ്റോറി? സ്റ്റോറിയിലെ പാരൻസിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അത് എന്ത് ഇംപ്രഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രഷൻ? താല്പര്യം, ഈ പാരൻസിനോട് നല്ല നല്ല പാരൻസാണ് എന്നാണോ, അല്ലെങ്കിൽ വളരെ ക്രൂവലാണ് എന്നാണോ, എന്താ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾ പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്നും കൂടി എഴുതിയാൽ ആൻസർ പൂർണ്ണമാവും. ഇതൊന്ന് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് എന്നുള്ള പാരഗ്രാഫ് ആണ് ലാസ്റ്റ് നമ്മൾ എടുത്തത്. അതിൻ്റെ തൊട്ട് ശേഷമുള്ളതാണ് ഇനി എടുക്കാനുള്ളത്. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. പിന്നെ അവന് വളരെയധികം ഭയാനകമായൊരു പേടി അവനെ പിടികൂടി. മോൺസ്ട്രസ് ടെറർ, ഭയാനകമായ ഒരു ഭീതി അവനെ പിടികൂടി. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ, അവൻ്റെ ഹാർട്ട് നിശ്ചലമായി. He could hear nothing, അവനൊന്നും കേൾക്കാൻ സാധിച്ചില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്, പക്ഷേ ആ ഒരു അവസ്ഥ ഒരു നിമിഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്, അടുത്ത നിമിഷം അവൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ അവന് തോന്നി. The wind rushed against his breast feathers, then under his stomach and against his wings. കാറ്റ് അവൻ്റെ ബ്രസ്റ്റ് ഫെതേഴ്സിലേക്ക് അടിച്ചു, പിന്നെ സ്റ്റമക്കിൻ്റെ താഴേക്ക് അടിച്ചു. ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്, ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ ബോഡിയിലേക്ക് മൊത്തം കാറ്റടിച്ചു. പക്ഷെ ഓരോ ഭാഗവും വേറെ വേറെ ഫീൽ ചെയ്യാനുള്ള കാരണം ബിക്കോസ് ഹി വാസ് റിയലി അഫ്രൈഡ് ഓഫ് മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. He could feel the tips of his wings cutting through the air. അവന് പെട്ടെന്ന് ഫീൽ ചെയ്തു അവൻ്റെ വിങ്സിൻ്റെ ടിപ്സ് അറ്റം എയറിലൂടെ അങ്ങനെ കട്ട് ചെയ്യുന്നത് പോലെ അവന് ഫീൽ ചെയ്തു. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ, ഇപ്പോൾ അവൻ തലകുത്തി വീഴല്ല. ഹെഡ് ലോങ് മീൻസ് ഹെഡ് ഫേസ്റ്റ്. He was not falling headlong now. He was not falling head first now. He was soaring gradually downwards and outwards. അവൻ ഉയരുകയാണിപ്പോൾ. ഗ്രാജുവലി, മെല്ലെ മെല്ലെ ഇങ്ങനെ ഉയരുകയാണ്. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, താഴേക്ക് ഉയരൂലല്ലോ. അപ്പോൾ ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് എന്ന് പറയാനുള്ള കാരണം എന്താ? അവൻ്റെ താഴേക്കുള്ള വീഴ്ചയുടെ വേഗത കുറഞ്ഞു എന്നർത്ഥം. ഓക്കെ. ഹി വാസ് നോ ലോങ്കർ അഫ്രൈഡ്, മുമ്പത്തെ പേടി ഇപ്പോൾ അവനില്ല. ഓക്കെ. നോ ലോങ്കർ എന്നുള്ള ആ ഒരു സ്ട്രക്ചർ നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ. നോ ലോങ്കർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടില്ല. എനി ലോങ്കർ എന്ന് യൂസ് ചെയ്യാം. സെൻറ്റൻസിൽ വേറെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എനി ലോങ്കർ അത്ര യൂസ് ചെയ്താൽ മതി.
അപ്പോൾ അവിടെ സൈഡിൽ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഐ കാൺ വെയിറ്റ് എനി ലോങ്കർ. എനിക്ക് ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എനി ലോങ്കർ എന്നാണ് യൂസ് ചെയ്തത്, കാരണം അവിടെ കാൺട്ട് എന്നുള്ളിടത്ത് നെഗറ്റീവ് ഉണ്ട്. അതിൻ്റെ നേരെ താഴെ അതേ മീനിങ് തന്നെയാണ് ഐ ക്യാൻ നോ ലോങ്കർ വെയിറ്റ്. അവിടെ വേറെ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എനി ലോങ്കറിന് പകരം നോ ലോങ്കർ എന്ന് യൂസ് ചെയ്തു. ഓക്കെ, ഹി വാസ് നോ ലോങ്കർ അഫ്രെയ്ഡ്. മുമ്പത്തെ പേടി അവനിപ്പോൾ ഇല്ലെന്നർത്ഥം. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അവന് ചെറിയ രീതിയിൽ ഇങ്ങനെ തല ചുറ്റുന്നത് പോലെ അനുഭവപ്പെട്ടു. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ഡിസി മീൻസ് ഗിഡി. Then he flapped his wings once and he soared upwards. പിന്നെ അവന് തൻ്റെ വിങ്സ് ചിറകടിച്ചു, മുകളിലേക്ക് ഉയർന്നു. He uttered a joyous scream and flapped them again. സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി അവൻ വീണ്ടും ചിറകടിച്ചു. He soared higher. He raised his breast and banged against the wind. ബാങ്ക് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് പറക്കാണ്. അപ്പോൾ കാറ്റിനെതിരെ അവൻ ചെരിഞ്ഞ് പറന്നു. To bank means to fly with one side higher than the other when turning. പിക്ചർ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ആ സമയത്ത് അവനുണ്ടാക്കിയ ശബ്ദം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം അവനുണ്ടാക്കിയ ശബ്ദം, പിന്നെ നെക്സ്റ്റ് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ അവൻ്റെ മദർ ഉണ്ടാക്കിയ ശബ്ദം. ഹിസ് മദർ swooped past him. അവൻ്റെ അടുത്ത് കൂടെ പെട്ടെന്ന് പറന്നുപോയി. Her wings making a loud noise. വിങ്സ് കൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട്. He answered her with another scream. വേറെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അമ്മക്ക് അവൻ മറുപടി കൊടുത്തു. Then his father flew over him screaming. ഫാദർ അവൻ്റെ മുകളിലൂടെ സ്ക്രീം ചെയ്തിട്ട് പറന്നു. Then he saw his 2 brothers and sister flying around him, soaring and diving. എല്ലാവരും എത്തി. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. പിന്നെ അവന് മറന്നു, ഇതുവരെ അവൻ പറക്കാൻ കഴിയാത്ത ആളാണെന്നുള്ളത് മറന്നു. പിന്നെ ഡൈവ് ചെയ്യാൻ തുടങ്ങി. സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊങ്ങിപ്പോകാൻ തുടങ്ങി. ഷ്രീക്കിംഗ് ഷ്രിലി. ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഷൗട്ടിങ് ആൻഡ് സ്ക്രീമിങ് ഷ്രിലി, ശബ്ദത്തിൽ സ്ക്രീം ചെയ്തുകൊണ്ട്. He was near the sea now, flying straight over it, facing out over the ocean. ഇപ്പോൾ കടലിൻ്റെ അടുത്താണവൻ. ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്, നേരെ അതിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ട്. ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ, സമുദ്രത്തിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് നോക്കിയിട്ട്. He saw a vast green sea beneath him, with little ridges moving over it. He turned his beak sideways and crowed amusedly. അവൻ വിശാലമായ ഒരു സമുദ്രം അവൻ താഴെ കണ്ടു. With little ridges moving over it. അതിൻ്റെ മുകളിലൂടെ കൂടുതലൊന്നും ഓളങ്ങളില്ല. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവാണ്, സെമി നെഗറ്റീവാണ്. റിച്ച് എന്ന് പറഞ്ഞാൽ ഓളം. അപ്പോൾ കൂടുതലൊന്നും ഓളങ്ങളില്ല എന്ന് പറയാൻ കാരണം, മുകളിൽ നിന്ന് നേരെ നോക്കുമ്പോൾ റിഡ്ജസ് ഉള്ളത് പോലെ തോന്നില്ല, ഓളങ്ങളുള്ളത് പോലെ തോന്നില്ല. ഇത്രയും കാലം അവൻ സൈഡിൽ നിന്നാണ് കണ്ടത്, നേരെ മുകളിലൂടെ പറന്നു പോയിട്ടില്ലല്ലോ. ദിസ് ഈസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓളങ്ങളുള്ളത് പോലെ തോന്നും. അതുകൊണ്ട് അപ്പോൾ അവൻ്റെ ഒരു ഫീലിംഗ് ആണ് അവിടെ കാണിക്കുന്നത്. വിത്ത് ലിറ്റിൽ ridges മൂവിങ് ഓവർ ഇറ്റ്. Ridge means a long narrow raised part of a surface. He turned his beak sideways and crowed amusedly. സൈഡിലേക്ക് തൻ്റെ ബീക്ക് തിരിച്ചിട്ട് and cried. Crowed means cried amusedly. വലിയ ശബ്ദമുണ്ടാക്കി, കരഞ്ഞു എന്നല്ല, amusedly എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ. His parents and his brothers and sister had landed on this green floor in front of him. അവൻ്റെ പാരൻസും ബ്രദേഴ്സും സിസ്റ്ററൊക്കെ ഈ ഗ്രീൻ ഫ്ലോറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ഫ്ലോർ മീൻസ് ദ സർഫേസ് ഓഫ് ദ സീ.
കടലിൻ്റെ ഉപരിതലം അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. They were beckoning to him, calling shrilly. അവർ ഇവനെ ഇങ്ങനെ കൈ കാട്ടി വിളിക്കുകയായിരുന്നു. Calling shrilly, calling loudly. Beckon means നമ്മൾ കൈ കാണിച്ച് ഇങ്ങനെ വിളിക്കുമല്ലോ, മാടി വിളിക്കുക. അപ്പോൾ അവർ വിളിച്ചപ്പോൾ he dropped his legs to stand on the green sea. ആ ഗ്രീൻ സീയിൽ നിൽക്കാൻ വേണ്ടി അവൻ കാല് വെച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? ഹിസ് ലെഗ്സ് സാങ്ക് into it. അവൻ്റെ കാല്. He screamed with fright and attempted to rise again, flapping his wings. He screamed with fright. പേടിച്ചിട്ട് അവൻ അട്ടഹസിച്ചു. And attempted to rise again. വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, തൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്തിട്ട്. But he was tired and weak with hunger and he could not rise, exhausted by the strange exercise. പക്ഷേ ഈ അസാധാരണ എക്സസൈസ് കാരണം ക്ഷീണിച്ചിട്ട് അവൻ ടയർഡായിരുന്നു, വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അവൻ്റെ ലെഗ്സ് താന്നു പോയി എന്ന് പറഞ്ഞല്ലോ വെള്ളത്തിൽ. അപ്പോൾ അവിടുന്ന് ഉയർന്നു വരാൻ സാധിച്ചില്ല. He could not rise. His feet sank into the sea. His feet sank into the green sea. And then his belly touched it and he sank no farther. അവൻ്റെ ഫീറ്റ് താഴ്ന്നു പോയി. അങ്ങനെ ഫീറ്റ് താഴ്ന്ന അവസാനം ബെല്ലി ടച്ച് ചെയ്തു, സീൽ ടച്ച് ചെയ്തു, വെള്ളത്തിൽ ടച്ച് ചെയ്തു. ആൻഡ് ഹി സാങ്ക് നോ ഫാദർ. അത് പിന്നെ അവൻ താഴ്ന്നു പോയില്ല. ഈ സീകളിൽ ഇങ്ങനെ എന്താ പറയുക, സീലിങ്ങനെ നീന്തുമല്ലോ, സ്വിം ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ആർട്ടും കൂടി പഠിപ്പിക്കുകയായിരുന്നു പേരൻസ്. അതിനാണ് അവർ ബെക്കൺ ചെയ്തത്. ഓക്കെ. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പം സ്വാഭാവികമായും ലെഗ്സ് താഴ്ന്നു പോകും. ആ സമയത്ത് അവൻ പേടിച്ച് പോയതാണ്. പക്ഷേ ലെഗ്സ് മാത്രമേ പോവുള്ളൂ. ബെല്ലി ടച്ച് ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ പോവില്ല. അതാണ് ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫാദർ. He was floating on it, and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. അവൻ താഴ്ന്നു പോയില്ല. He was floating on it. He was floating on the surface of the sea. അവിടെ പൊങ്ങിക്കിടക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിനാണ് ഫ്ലോട്ട് എന്ന് പറയുക. And around him his family was screaming. അവന് ചുറ്റും അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് സ്ക്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ അവർ സ്ക്രീം ചെയ്തുകൊണ്ടിരുന്നത്? പ്രൈസിങ് ഹിം, അവനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട്. ആൻഡ് ദ ബീഗ്സ് വർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. ഡോഗ് ഫിഷിൻ്റെ പീസുകൾ അവർ ഓഫർ ചെയ്തുകൊണ്ടിരുന്നു. ദ ബീഗ്സ് വർ ഓഫറിങ്. ഡോഗ് ഫിഷ് മീൻസ് ചെറിയ ഷാർക്ക്, ടൈപ്പ് ഓഫ് സ്മോൾ ഷാർക്ക്. ഈ ഫിഷിൻ്റെ സ്ക്രാപ്സ് അവന് കൊടുക്കുകയായിരുന്നു, കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട്. പ്രൈസിങ് ഹിം, വെൽ ഡൺ, ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും he had made his first flight. The young seagull had made his first flight. ചെയ്യിപ്പിച്ചതാരാ? parents, especially his mother. അല്ലേ? ആ പീസ് ഓഫ് ഫിഷ് അടുത്ത് കൊണ്ടുപോയിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടാണ് ആ ലെജിൽ നിന്ന് അവനെ പുറത്ത് ചാടിച്ചത്. അപ്പം അതിനാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ആൻഡ് ഹൗ ഹിസ് പാരൻസ് ഗൗഡഡ് ഇറ്റ്. ഹൗ ഹിസ് പാരൻസ് ഗൗഡഡ് ദ യങ് സീഗൾ ഇൻ ടു ആക്ഷൻ. ഗൗഡ് എന്ന വാക്ക് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ മീനിങ് ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള സ്റ്റോറി. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇന്നെടുത്ത ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മീനിങ് ഞാൻ പറയും. ആൻസർ ഈ വീഡിയോ നിങ്ങൾ 1-2 പ്രാവശ്യം കേട്ടതിന് ശേഷം, മാക്സിമം എത്രയും പ്രാവശ്യം കേൾക്കാൻ പറ്റുമോ അത്രയും കേട്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആൻസർ കിട്ടും. എല്ലാം അറിയാത്ത വേർഡ് മീനിങ്ങുകൾ എഴുതി വെക്കുക. അത് കാണാതെ പഠിക്കുകയും ചെയ്യുക. ഞാൻ വൈകുന്നേരം ക്ലാസ്സിൽ ചോദിക്കും. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നെടുത്തതിൽ വൈ വാസ് ദി യങ് ബേർഡ് ടെറിഫൈഡ്? എന്തുകൊണ്ടാണ് യങ് ബേർഡ് ടെറിഫൈഡ്? ടെറിഫൈഡ് എന്ന് പറഞ്ഞാൽ
ഭയപ്പെടുക അല്ലെ, ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഹൗ ഡിഡ് ഇറ്റ് ഓവർകം ഇറ്റ്സ് ഫിയർ, എങ്ങനെയാണ് അത് അതിൻ്റെ ഭയം അതിജീവിച്ചത്? ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് ദ ഫാമിലി സപ്പോർട്ട് ദി സീകൾ, സീകളിനെ സീകളുടെ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ കുഡൻറ്റ് ദ യങ് സീകൾ സ്റ്റാൻഡ് ഓൺ ദി ഗ്രീൻ സീ, എന്തുകൊണ്ടാണ് യങ് സീകളിന് ഗ്രീൻ സീൻ്റെ മുകളിൽ നിൽക്കാൻ സാധിക്കാതെ വന്നത്? അഥവാ നമ്മൾ കടലിൻ്റെ മുകൾ പ്രതലത്തിൽ എന്തുകൊണ്ട് നിൽക്കാൻ സാധിക്കാതിരുന്നത്, താഴ്ന്നു പോയത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ദാറ്റ് ദ ബേർഡ്സ് പാരൻസ് ലവ്ഡ് ഹിം വൈ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീകളുടെ പാരൻസ് അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വൈ, എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തിയിട്ട് പഠിച്ചിട്ട് വരണം. നമുക്ക് വൈകുന്നേരം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. താങ്ക് യു.